ഹലോ നമസ്കാരം, എല്ലാവർക്കും ലേണിംഗ് കർവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ +1 മാത്തമാറ്റിക്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററായ സെറ്റ്സിലെ 6ാമത്തെ ക്ലാസ്സാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തായിരുന്നു കണ്ടത്? ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്ന പാർട്ടായിരുന്നു കണ്ടത്. ഇൻ്റർസെക്ഷൻ കണ്ടു, അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ലോസ് പഠിച്ചു, പിന്നെ കുറച്ച് എക്സാമ്പിൾസ് ചെയ്തു. ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് നമ്മുടെ 5th ക്ലാസ്സിൻ്റെ കണ്ടിന്യൂഷനാണ്. ഓക്കെ, നമുക്ക് ആദ്യത്തെ പ്രോബ്ലത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ഫോർ എനി ടു സെറ്റ്സ് എ ആൻഡ് ബി, പ്രൂവ് ദാറ്റ് എ യൂണിയൻ എ ഇൻ്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു എ. അടുത്ത് എന്താണ് തന്നിരിക്കുന്നത്? എ ഇൻ്റർസെക്ഷൻ എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു എ. ഡിസ്ട്രിബ്യൂട്ടീവ് ലോ അപ്ലൈ ചെയ്തുകൊണ്ട് ഇതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് തന്നിരിക്കുന്ന ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് എ യൂണിയൻ എ ഇൻ്റർസെക്ഷൻ ബി എന്നാണ്. അങ്ങനെയെങ്കിൽ ഇങ്ങനെ ഒരു പ്രോബ്ലത്തിൽ നമ്മൾ ആദ്യം എന്താണ് ചെയ്യേണ്ടത്? ആദ്യം നമുക്കിത് പ്രൂവ് ചെയ്യുന്നതിന് ഒരു ലോ അപ്ലൈ ചെയ്യണം. അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ എ യൂണിയൻ തന്നിട്ടുണ്ട്, എ ഇൻ്റർസെക്ഷനുമാണ്. അതായത് 2 ഓപ്പറേഷൻ കിടപ്പുണ്ട്. 2 ഓപ്പറേഷൻ വരുമ്പോൾ നമ്മൾ പഠിച്ചതിനകത്തൊരു ലോ എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ആണ്. അപ്പോൾ ഈ ലോ എങ്ങനെ ഇതിനകത്ത് അപ്ലൈ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എ യൂണിയൻ എ എടുക്കുക ആദ്യം, എ യൂണിയൻ എ. പിന്നെ എന്ത് ചെയ്യണം? എ യൂണിയൻ ബി എടുത്തു, എ യൂണിയൻ എ, എ യൂണിയൻ ബി. എന്നിട്ട് എന്ത് ചെയ്യണം? എന്നിട്ട് ആദ്യത്തെ ടേമിൽ കിടക്കുന്ന ബ്രാക്കറ്റിനകത്തുള്ള ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഇൻ്റർസെക്ഷനാണ്. ഇൻ്റർസെക്ഷൻ ഇവിടെ കൊടുക്കണം. മനസ്സിലായോ? ഒന്നുകൂടെ പറയാം. നമുക്ക് എ യൂണിയൻ എ ഇൻ്റർസെക്ഷൻ ബി ആണ് കാണേണ്ടത്. അപ്പോൾ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ വെച്ചിട്ട് നമുക്ക് ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. പിന്നെ എ യൂണിയൻ എ കാണുക, എ യൂണിയൻ ബി കാണുക, പിന്നീട് എന്ത് ചെയ്യണം? അതിൻ്റെ ഇൻ്റർസെക്ഷൻ എടുക്കണം. അതാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. എ യൂണിയൻ എ കണ്ടു, ഇൻ്റർസെക്ഷൻ എ യൂണിയൻ ബി കണ്ടു. നമുക്കറിയാം എ യൂണിയൻ എ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ്? എ ആണെന്നുള്ളത് അല്ലേ? ഐഡൻറ്റിറ്റി ലോയ്ക്കകത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു എ യൂണിയൻ എ എന്ന് പറയുന്നത് എ ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എ യൂണിയൻ ബി അതുപോലെ എടുത്തെഴുതി, എ യൂണിയൻ ബി അതുപോലെ എടുത്തെഴുതി. നോക്കിയേ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ട്രിക്ക് പഠിച്ചിരുന്നു. അതായത് എ സബ്സെറ്റ് ഓഫ് ബി ആണെന്നുണ്ടെങ്കിൽ, എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് എന്ത് വരും? ചെറിയ സെറ്റ് വരും, എ വരും. എ യൂണിയൻ ബി എന്ന് പറയുന്നത് എന്ത് വരും? വലിയ സെറ്റ് ബി വരും. ഇത് നോക്കിക്കേ, എ ഇൻ്റർസെക്ഷൻ എ യൂണിയൻ ബി ആണ് തന്നിട്ടുള്ളത്. അപ്പം എ എന്ന് പറയുന്ന സെറ്റും എ യൂണിയൻ ബി എന്ന് പറയുന്ന സെറ്റും പരിഗണിക്കണം. നോക്കിക്കഴിഞ്ഞാൽ എന്താണ്ട് ഈ ഒരു വെൻ ഡയഗ്രം നോക്കിക്കേ. ഇതാണ് എ എന്ന് പറയുന്ന സെറ്റ്, റെഡ് സർക്കിളിൽ കിടക്കുന്നത്. ബി എന്ന് പറയുന്ന സെറ്റ് ഗ്രീനാണ്. അങ്ങനെയെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ യൂണിയൻ എന്ന് പറയുന്ന സെറ്റ് എന്തായിരിക്കും? ഇതായിരിക്കും ഇതിൻ്റെ യൂണിയൻ എന്ന് പറയുന്ന സെറ്റ്. ഈ ഷെയ്ഡ് ചെയ്യുന്ന പോർഷനാണ് ഇതിൻ്റെ യൂണിയൻ. അതായത് എയുടെയും ബിയുടെയും എല്ലാ എലമെൻസും ഒരുമിച്ച് വരുന്ന സെറ്റാണ് എ യൂണിയൻ ബി. പിന്നീട് എന്താണ് പറഞ്ഞിരിക്കുന്നത്? അതേ ഇൻ്റർസെക്ഷൻ എ എന്ന് പറയുന്ന സെറ്റാണ്. എ യൂണിയനും എ എന്ന സെറ്റിൻ്റെ ഈ ഇൻ്റർസെക്ഷനാണ്. അതായത് രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന എലമെൻസ്. ഈ എ യൂണിയൻ ബി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിനകത്ത് കണ്ടെയ്ൻ ചെയ്യുന്ന ആളല്ലേ എ? ഇതിനകത്ത് കണ്ടെയ്ൻ ചെയ്യുന്ന ആളാണ് എ. അതായത് എ യൂണിയൻ ബി, എ എന്ന് പറയുന്ന എ യൂണിയൻ ബിയുടെ ഉള്ളിൽ കിടക്കുന്ന ആളാണ്, ഒരു സെറ്റാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കോമൺ എലമെൻസ് എന്ന് പറയുമ്പോൾ ഏത് സെറ്റ് തന്നെയാണ്? എ എന്ന് പറയുന്ന ഈ ഒരു സെറ്റ് തന്നെയാണ് അതിൻ്റെ കോമൺ എലമെൻസ് ആയിട്ട് വരുന്നത്. ഈ ഒരു സെറ്റ് മാത്രം വരും. അതായത് എ എന്ന് പറയുന്ന സെറ്റ് മാത്രം വരും. ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ആ പ്രോബ്ലം എങ്ങനെ ചെയ്യാൻ പറ്റും? ഇവിടെ നമ്മളൊരു പ്രധാനപ്പെട്ട കാര്യം മനസ്സിലാക്കി. എ സബ്സെറ്റ് ഓഫ് എ യൂണിയൻ ബി ആണെന്ന് മനസ്സിലാക്കി. എ യൂണിയൻ ബിക്കകത്ത് ആരുണ്ട്? എ ഉണ്ട്. അതുകൊണ്ട് തന്നെ എ ഇൻ്റർസെക്ഷൻ എ യൂണിയൻ ബി എന്ന് പറയുന്നത് എന്ത് വരും? എ ഇൻ്റർസെക്ഷൻ എ യൂണിയൻ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും? ചെറിയ സെറ്റ് എ വരത്തില്ല. ആൻസർ ചെറിയ സെറ്റ് എ വരും. അത് തന്നെയാണ് നമ്മളിവിടെയും ചെയ്തത്. എ ഇൻ്റർസെക്ഷൻ എ യൂണിയൻ ബി എന്ന് പറയുന്നത് എന്തെടുത്തെഴുതാം? എ എടുത്തെഴുതാം. കാരണം എന്താണ്? എ സബ്സെറ്റ് ഓഫ് എ യൂണിയൻ ബി ആണ്. അതുകൊണ്ട് എ ഇൻ്റർസെക്ഷൻ എ യൂണിയൻ ബി എന്ന് പറയുന്നത് എന്ത് കിട്ടും? എ എന്ന് കിട്ടും. ഓക്കെ ആണോ? അങ്ങനെയെന്നുണ്ടെങ്കിൽ ഇത് നോക്കിയേ, അടുത്ത പ്രോബ്ലം നോക്കിയേ. ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. എ ഇൻ്റർസെക്ഷൻ എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു എ. എ ഇൻ്റർസെക്ഷൻ എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു എ ആണെന്ന് പ്രൂവ് ചെയ്യണം. നമ്മൾ ഓൾറെഡി നമുക്കറിയാം എ എന്ന് പറയുന്നത് എന്തിൻ്റെ സബ്സെറ്റാണ്? എ സബ്സെറ്റ് ഓഫ് എ യൂണിയൻ ബി ആണ്. അതുകൊണ്ട് എ ഇൻ്റർസെക്ഷൻ എ യൂണിയൻ ബി എന്ത് വരും? എ വരും. അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ എഴുതുകയാണെന്നുണ്ടെങ്കിൽ എ യൂണിയൻ
എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത്, എ യൂണിയൻ എ ഇൻ്റർസെക്ഷൻ ബി എന്ത് വരുമെന്ന് നോക്കിയാലോ. നമുക്കറിയാം എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ എയിലെയും ബിയിലെയും സെറ്റിൽ കോമൺ ആയിട്ട് വരുന്ന എലമെൻറ്റ്സ് ഉള്ളതാണ്. കോമൺ എലമെൻറ്റ്സ് വരുന്നത് ഇവിടെ. ഇതാണ് എന്ത്? ഇതാണ് ശരിക്കും നമ്മൾ പറയുന്ന എ ഇൻ്റർസെക്ഷൻ ബി. എക്സ് എലമെൻറ്റ് ഓഫ് എ ആണെന്നുണ്ടെങ്കിൽ എക്സ് എലമെൻറ്റ് ഓഫ് ബി ആയിരിക്കും. അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ ആണോ? അതേ യൂണിയൻ എ എടുക്കണം. അതേ യൂണിയൻ എ എടുക്കുക എന്ന് പറഞ്ഞാൽ എ എന്ന് പറയുന്ന സെറ്റും ഏത് തന്നെ വരും? ഇതാണ് എ എന്ന് പറയുന്ന സെറ്റ്. ആ എ എന്ന് പറയുന്ന സെറ്റിനകത്ത് ആരുണ്ട്? എ ഇൻ്റർസെക്ഷൻ ബി ഉണ്ട്. അതായത് നമുക്ക് പറയാൻ പറ്റും എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് എയുടെ സബ്സെറ്റാണ്. എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് ആരുടെ സബ്സെറ്റാണ്? എയുടെ സബ്സെറ്റാണ്. അതുകൊണ്ട് തന്നെ എ യൂണിയൻ എ ഇൻ്റർസെക്ഷൻ ബി, ഒരു സെറ്റ് മറ്റൊരു സെറ്റിൻ്റെ സബ്സെറ്റ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ യൂണിയൻ എന്ന് പറയുന്നത് എന്ത് വരും? ഏറ്റവും വലിയ സെറ്റ് വരും. സോ നമുക്ക് ഇതിനകത്ത് അറിഞ്ഞിരിക്കേണ്ട, അതായത് ഈ പ്രോബ്ലത്തിൽ ചോദിച്ചിട്ടുള്ള കാര്യം നമുക്ക് കയ്യിലുള്ള ട്രിക്ക് വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. എന്താണ്? എ ഇൻ്റർസെക്ഷൻ എ യൂണിയൻ ബി എ ആണെന്നും എ യൂണിയൻ എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് എ ആണെന്ന് നമുക്കറിയാം. പക്ഷെ ഇവിടെ നമ്മൾ പ്രൂഫ് ചോദിച്ച സ്ഥിതിക്ക്, പ്രൂവ് ചെയ്യാൻ ചോദിച്ച സ്ഥിതിക്ക് എന്ത് ചെയ്യുകയാണ്? ഡിസ്ട്രിബ്യൂട്ടീവ് ലോ വെച്ചിട്ട് പ്രൂവ് ചെയ്യുകയാണ്. ഓക്കെ, ഇത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയെങ്കിൽ നമുക്ക് ഈ രണ്ടാമത്തെ ചോദ്യം ഒന്നുകൂടെ നോക്കിയാലോ. എ ഇൻ്റർസെക്ഷൻ എ യൂണിയൻ ബി ആണ് കാണേണ്ടത്. എ ഇൻ്റർസെക്ഷൻ എ യൂണിയൻ ബി ആണ്. അതിനെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എ ഇൻ്റർസെക്ഷൻ എ. പിന്നീട് എന്ത് ചെയ്യണം? എ ഇൻ്റർസെക്ഷൻ ബി കാണണം. എ ഇൻ്റർസെക്ഷൻ എ കണ്ടു, എ ഇൻ്റർസെക്ഷൻ ബി കണ്ടു. പിന്നീട് എന്ത് ചെയ്യണം? അതിൻ്റെ യൂണിയൻ എടുക്കണം. അതിൻ്റെ യൂണിയൻ എടുത്തു. എ ഇൻ്റർസെക്ഷൻ എ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ്? എ ആണെന്നുള്ളത്. എ ഇൻ്റർസെക്ഷൻ എ എന്ന് പറയുന്നത് എ ആണ്. ഐഡൻറ്റിറ്റി ലോ ആണ്. ഓക്കെ ആണോ? അത് കഴിഞ്ഞിട്ട് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് എന്ത് ചെയ്തു? അത് അതുപോലെ എടുത്തെഴുതി. എ ഇൻ്റർസെക്ഷൻ എ എന്ന് പറയുന്നത് എ എന്ന് എടുത്തെഴുതി. എ ഇൻ്റർസെക്ഷൻ ബി അതുപോലെ എടുത്തെഴുതി. ഇടയ്ക്കുള്ള ഓപ്പറേഷൻ എന്ന് പറയുന്നത് എന്താണ്? യൂണിയനാണ്. നമ്മൾ പഠിച്ചായിരുന്നു എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് എന്തിൻ്റെ സബ്സെറ്റാണ്? എയുടെ സബ്സെറ്റാണ്. അതുകൊണ്ട് തന്നെ എ യൂണിയൻ എ ഇൻ്റർസെക്ഷൻ ബി എങ്ങനെ എഴുതാം? എ എന്ന് എഴുതാം. ഓക്കെ ആണോ? അത്രയേ ഉള്ളൂ ഈ പ്രോബ്ലത്തിൽ. ഇതിലാകെ ശ്രദ്ധിക്കാനുള്ളത് ഈ പോയിൻ്റേ ഉള്ളൂ. നിങ്ങൾ കാണാൻ പഠിച്ചു വെച്ചേക്കുക. എ യൂണിയൻ എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് എ ആണ്. എ ഇൻ്റർസെക്ഷൻ എ യൂണിയൻ ബി എന്ന് പറയുന്നത് എ ആണ്. ഇത് എന്തിൽ നിന്നും കിട്ടും? വെൻ ഡയഗ്രം വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അല്ലെന്നുണ്ടെങ്കിൽ എ സബ്സെറ്റ് ഓഫ് ബി ആണെന്നുണ്ടെങ്കിൽ എ ഇൻ്റർസെക്ഷൻ ബി ചെറിയ സെറ്റും എ യൂണിയൻ ബി വലിയ സെറ്റും ആണെന്നുള്ള കാര്യം അറിയാമെന്നുണ്ടെങ്കിലും ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നൊരു പ്രോബ്ലമാണ്. ഈ പ്രോബ്ലം ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഇതിനകത്ത് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ അപ്ലൈ ചെയ്തു. സബ്സെറ്റും ഇൻ്റർസെക്ഷനും യൂണിയനും ആയിട്ടുള്ള റിലേഷൻഷിപ്പ് അപ്ലൈ ചെയ്തു. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഒന്നും കൂടെ ഒന്ന് നോക്കുമ്പോൾ, റിവ്യൂ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പല പ്രോബ്ലങ്ങളും ഇതിൽ നിന്ന് ചെയ്യാൻ പറ്റും. ഈ ഒറ്റ പ്രോബ്ലത്തിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടാമത്തെ എക്സാമ്പിളിലോട്ട് പോവാം. എ എന്ന് പറയുന്ന സെറ്റും ബി എന്ന് പറയുന്ന രണ്ട് സെറ്റ് തന്നിട്ടുണ്ട്. പിന്നെ എന്താണ് തന്നിട്ടുള്ളത്? എ ഇൻ്റർസെക്ഷൻ എക്സ് എന്ന് പറയുന്ന മറ്റൊരു സെറ്റാണ്. എ ഇൻ്റർസെക്ഷൻ എക്സും ബി ഇൻ്റർസെക്ഷൻ എക്സും ഈക്വലാണ്. എന്തിന് ഈക്വലാണ്? 5ക്ക് ഈക്വലാണ്. അതായത് എയ്ക്കും എക്സിനും കോമൺ ആയിട്ടുള്ള എലമെൻറ്റ്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് എ ഇൻ്റർസെക്ഷൻ എക്സ് എന്ന് പറയുന്നത് 5 ആയത്. ഓക്കെ, അതുപോലെ ബിക്ക് എക്സിനും കോമൺ ആയിട്ട് എലമെൻറ്റ്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് ബി ഇൻ്റർസെക്ഷൻ എക്സും 5 ആയത്. അപ്പോൾ അത്ര അവർ തന്നിട്ടുണ്ട്. പിന്നെ എന്താണ് തന്നിട്ടുള്ളത്? എ യൂണിയൻ എക്സ് എന്ന് പറയുന്നത് ബി യൂണിയൻ എക്സ് ആണ്. എ യൂണിയൻ എക്സ് എന്ന് പറയുന്നത് എന്താണ്? ബി യൂണിയൻ എക്സ് ആണെന്ന് തന്നിട്ടുണ്ട്. അവരെന്താണ് ചോദിച്ചേക്കുന്നത്? പ്രൂവ് ദാറ്റ് എ ഈസ് ഈക്വൽ ടു ബി. അപ്പം നമുക്കൊരു 90% കേസിലും നമ്മുടെ ക്വസ്റ്റ്യനകത്ത് എ ഈക്വൽ ടു ബി ആണെന്ന് പ്രൂവ് ചെയ്യാൻ ചോദിച്ചാൽ, ആദ്യം എ സബ്സെറ്റ് ഓഫ് ബി ആണെന്ന് പ്രൂവ് ചെയ്യുക, പിന്നീട് ബി സബ്സെറ്റ് ഓഫ് എ ആണെന്ന് പ്രൂവ് ചെയ്യുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ടു വേ ഇംപ്ലിക്കേഷനാണ്. കാരണം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു എ ഈക്വൽ ടു ബി ആയാൽ എ സബ്സെറ്റ് ഓഫ് ബി ആവും, ബി സബ്സെറ്റ് ഓഫ് എ ആവും. അല്ലെന്നുണ്ടെങ്കിൽ എ സബ്സെറ്റ് ഓഫ് ബി, ബി സബ്സെറ്റ് ഓഫ് എ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എ ഈക്വൽ ടു ബി എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? എ യൂണിയൻ എക്സ് ഈസ് ഈക്വൽ ടു ബി യൂണിയൻ എക്സ് എന്ന് എടുക്കാം. എ യൂണിയൻ എക്സ് ഈസ് ഈക്വൽ ടു ബി യൂണിയൻ എക്സ് അവർ തന്നിട്ടുണ്ട്. എക്സ് മൂന്നാമതൊരു സെറ്റാണ്. എക്സുമായിട്ട് എയുടെ യൂണിയൻ എടുത്താലും എക്സുമായിട്ട് ബിയുടെ യൂണിയൻ എടുത്താലും ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട്. അത് അതുപോലെ എഴുതി. പിന്നീട് എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ 2 + 3 is equal to
6 മൈനസ് 1 എന്ന് എഴുതാമല്ലോ. 2 + 3 5 ആണ്, 6 മൈനസ് 1 5 ആണ്. ഓക്കെ ആണോ? എനിക്ക് 2 + 3യുടെ കൂടെ ഇതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൻ്റെ കൂടെ ഒരു 5 ആഡ് ചെയ്യാം. ഇതേ 5 എനിക്ക് എവിടെയും ആഡ് ചെയ്യാൻ പറ്റും. 6 മൈനസ് 1ൻ്റെ കൂടെയും ഈ 5 ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതായത് +5 ഈക്വൽ സൈൻ്റെ ലെഫ്റ്റിൽ ഞാൻ ആഡ് ചെയ്താൽ റൈറ്റിലും ആഡ് ചെയ്യണം. ഈക്വൽ സൈൻ്റെ ലെഫ്റ്റിൽ ആഡ് ചെയ്താൽ റൈറ്റിലും ആഡ് ചെയ്യണം. ആ ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ, നമ്പറിൻ്റെ കേസ് വെച്ച് പറഞ്ഞത് അതുകൊണ്ടാണ്, ആ ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ഇതാ ഇത് നോക്കിയേ. A യൂണിയൻ X = B യൂണിയൻ X ആണ്. അങ്ങനെയൊന്നുണ്ടെങ്കിൽ A ഇൻ്റർസെക്ഷൻ ഞാൻ ലെഫ്റ്റിൽ കൊടുത്തു, A ഇൻ്റർസെക്ഷൻ റൈറ്റിലും കൊടുത്തു. A ഇൻ്റർസെക്ഷൻ ലെഫ്റ്റിലും കൊടുത്തു, A ഇൻ്റർസെക്ഷൻ റൈറ്റിലും കൊടുത്തു. അങ്ങനെയൊന്നുണ്ടെങ്കിൽ A ഇൻ്റർസെക്ഷൻ A യൂണിയൻ X A എന്ന് എഴുതി, A ഇൻ്റർസെക്ഷൻ A യൂണിയൻ X A എന്ന് എഴുതി. A ഇൻ്റർസെക്ഷൻ B യൂണിയൻ Xന് ഞാൻ വീണ്ടും ഡിസ്ട്രിബ്യൂട്ടീവ് ലോ വെച്ചിട്ട് ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് എഴുതി. എന്തുകൊണ്ടാണ് A ഇൻ്റർസെക്ഷൻ A യൂണിയൻ Xനെ A എന്ന് എഴുതിയത്? എന്തുകൊണ്ടാണ് എഴുതിയത്? നമുക്കറിയാം A യൂണിയൻ X എന്ന് പറയുന്നത്, A യൂണിയൻ X എന്ന് പറയുന്ന സെറ്റ് എന്താണ്? ഇതാണ്. ഇതിനകത്ത് ആരൊക്കെയുണ്ട്? Aയുടെ എലമെൻസും ഉണ്ട്, Xൻ്റെ എലമെൻസും ഉണ്ട്. നമുക്ക് ഈ കിടക്കുന്ന സെറ്റ് ഏതാണ്? A ആണ്. A എടുത്തു, A ഇൻ്റർസെക്ഷൻ A യൂണിയൻ X. അതായത് A യൂണിയൻ Xലെയും Aയിലെയും കോമൺ എലമെൻറ്റ്സ് വരുന്ന സെറ്റ് ഏതാണെന്ന് നോക്കിക്കേ. A യൂണിയൻ Xനകത്തും A ഉണ്ട്, ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് A ആണ്. അപ്പോൾ ഇവരുടെ കോമൺ എലമെൻറ്റ്സ് വരുന്ന സെറ്റ് എന്താണ്? A തന്നെയാണ്. സോ ഇവിടെ A വന്നു. സംശയമില്ലല്ലോ. വളരെ എളുപ്പമാണ് ചെയ്യാൻ. നമ്മൾ ഇതുവരെ പഠിച്ച ബേസിക് ആയിട്ടുള്ള ചില ലോസും ചില ട്രിക്കുകളും ഒക്കെ പരിചയപ്പെട്ടാൽ ഇത് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അപ്പോൾ നോക്കിക്കേ, ഇവിടെ A എഴുതി, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് A വന്നു, റൈറ്റ് ഹാൻഡ് സൈഡ് നമ്മൾ എന്ത് ചെയ്തു? ഡിസ്ട്രിബ്യൂട്ടീവ് ലോ വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്യുന്നു. A ഇൻ്റർസെക്ഷൻ B എടുത്തു, ദാണ്ടെ. പിന്നീട് എന്ത് ചെയ്യും? A ഇൻ്റർസെക്ഷൻ X കൊടുത്തു, ദാണ്ടെ. ഇനി ഇതിനകത്ത് ബ്രാക്കറ്റിലുള്ളത് യൂണിയൻ ആണ്, അത് അവസാനം യൂണിയൻ എഴുതി. ഓക്കെ, ഇപ്പോൾ A ഇൻ്റർസെക്ഷൻ B എന്ന സെറ്റിൻ്റെയും A ഇൻ്റർസെക്ഷൻ X എന്ന് പറയുന്ന സെറ്റിൻ്റെയും യൂണിയനാണ് ഇവിടെ എടുക്കേണ്ടത്. അപ്പോൾ ഇത് ഫർദർ നമുക്ക് എങ്ങനെ എഴുതാം? A ഇൻ്റർസെക്ഷൻ B യൂണിയൻ ഫൈ എന്ന് വരും. കാരണം എന്താണ്? A ഇൻ്റർസെക്ഷൻ X എന്താണെന്ന് തന്നിട്ടുണ്ട്? A ഇൻ്റർസെക്ഷൻ X ഫൈ ആണെന്ന് തന്നിട്ടുണ്ട്, നൾ സെറ്റ് ആണെന്ന് തന്നിട്ടുണ്ട്. സോ A ഇൻ്റർസെക്ഷൻ Xൻ്റെ അവിടെ ആ പൊസിഷനിൽ നമുക്ക് എന്ത് കൊടുക്കാം? ഫൈ കൊടുക്കാം. സോ A = A ഇൻ്റർസെക്ഷൻ B യൂണിയൻ ഫൈ എന്ന് വരും. ഫൈക്കകത്ത് എലമെൻസ് വല്ലതും ഉണ്ടോ? നൾ സെറ്റ് എലമെൻസ് വല്ലതും ഉണ്ടോ? ഇല്ല. A ഇൻ്റർസെക്ഷൻ Bയും യൂണിയൻ ഫൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? A യൂണിയൻ ഫൈ നൾ സെറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ആ A എന്ന് പറയുന്ന സെറ്റ് തന്നെ ആയിരിക്കും, അല്ലേ? അതുപോലെ A ഇൻ്റർസെക്ഷൻ നൾ സെറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നൾ സെറ്റ് ആയിരിക്കും. കാരണം നൾ സെറ്റിലും Aയിലും കോമൺ ആയിട്ട് എലമെൻസ് ഒന്നുമില്ല. നൾ സെറ്റിൽ Aയിലും എലമെൻസ് ഒരുമിച്ചെടുത്ത് എഴുതുന്നതാണ് യൂണിയൻ, അത് A തന്നെ വരും. അത് നമ്മൾ പഠിച്ചതാണേ. ഓക്കെ, അതാണ് ഞാനിവിടെ അപ്ലൈ ചെയ്തത്. A യൂണിയൻ X, A ഇൻ്റർസെക്ഷൻ Xനെ ഫൈ എന്നെടുത്ത് എഴുതിയിട്ട് A ഇൻ്റർസെക്ഷൻ B യൂണിയൻ Xനെ എങ്ങനെ എഴുതി? A = A ഇൻ്റർസെക്ഷൻ B എന്ന് എഴുതി. ഓക്കെ ആണോ? ഇനി നോക്കിക്കേ, ഞാൻ നേരത്തെ എടുത്ത വെൻ ഡയഗ്രം പറയുക. ഇതെന്ന് പറയുന്നത് A ഇൻ്റർസെക്ഷൻ B ആണ്. A ഇൻ്റർസെക്ഷൻ B എന്ന് പറയുന്നത് Aൻ്റെയും സബ്സെറ്റാണ്. A ഇൻ്റർസെക്ഷൻ B എന്ന് പറയുന്നത് Bൻ്റെയും സബ്സെറ്റാണ്. കാരണം Bയിലെ എലമെൻറ്റ്സ് അവിടെ ഉണ്ട്, A ഇൻ്റർസെക്ഷൻ Bയിലുണ്ട്. Aയുടെ എലമെൻറ്റ്സ് അവിടെ ഉണ്ട്, A ഇൻ്റർസെക്ഷൻ Bയിലുണ്ട്. അപ്പോൾ ഇതൊന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ എനിക്ക് പ്രൂവ് ചെയ്യേണ്ടത് A സബ്സെറ്റ് ഓഫ് B എന്നാണ്. എനിക്ക് A = A ഇൻ്റർസെക്ഷൻ B എന്ന് കിട്ടി. എനിക്കറിയാം A ഇൻ്റർസെക്ഷൻ B സബ്സെറ്റ് ഓഫ് B ആണെന്ന്. സബ്സെറ്റ് എന്ന് പറയുന്നത് A ഇൻ്റർസെക്ഷൻ B ആണ്. A ഇൻ്റർസെക്ഷൻ B ആണ്. ആ A ഇൻ്റർസെക്ഷൻ Bക്ക് വരെ എനിക്ക് എന്ത് കൊടുക്കാം? ഇവിടെ A = A ഇൻ്റർസെക്ഷൻ B കിട്ടിയ സ്ഥിതിക്ക് ആ A എടുത്ത് ഇവിടെ കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ നമുക്ക് വരും A സബ്സെറ്റ് ഓഫ് B എന്ന് വരും. ഇവിടെ ഒന്നും ചെയ്തില്ല. A = A ഇൻ്റർസെക്ഷൻ B എന്ന് നമുക്ക് ഇവിടെ ലാസ്റ്റിൽ കിട്ടി. പിന്നെ നമ്മൾ നോക്കിയപ്പോൾ A ഇൻ്റർസെക്ഷൻ B എന്ന് പറയുന്നത് Bയുടെ സബ്സെറ്റാണ്. അപ്പോൾ ആ A ഇൻ്റർസെക്ഷൻ B എന്ന് പറയുന്ന ആ പൊസിഷനിൽ അത് എന്തിന് ഈക്വലാണ്? Aക്ക് ഈക്വൽ ആയതുകൊണ്ട് A സബ്സെറ്റ് ഓഫ് B എന്ന് എഴുതി. സെയിം പ്രോസസ്സ് തന്നെ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ A ഇൻ്റർസെക്ഷൻ A യൂണിയൻ X കൊടുത്തു, ലെഫ്റ്റിലും റൈറ്റിലും. അതുപോലെ ഈ ഈക്വൽ സൈനകത്ത്
അതായത് ഈ ഒരു ഇക്വേഷൻ പോലെ എഴുതിയിരിക്കുന്നതിനകത്ത് എ യൂണിയൻ എക്സ് ഈസ് ഈക്വൽ ടു ബി യൂണിയൻ എക്സിനകത്ത് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് റൈറ്റ് ഹാൻഡ് സൈഡ് എന്ത് കൊടുക്കും? ബി ഇൻ്റർസെക്ഷൻ കൊടുക്കും. ബി ഇൻ്റർസെക്ഷൻ കൊടുക്കും. അങ്ങനെ ഇൻ്റർസെക്ഷൻ കൊടുത്ത് ചെയ്ത് വരുമ്പോൾ എന്ത് കിട്ടും? ബി സബ്സെറ്റ് ഓഫ് എ എന്ന് കിട്ടും. ബി സബ്സെറ്റ് ഓഫ് എ എന്ന് കിട്ടും. ഇവിടെ എ സബ്സെറ്റ് ഓഫ് ബി കിട്ടി, ബി സബ്സെറ്റ് ഓഫ് എ. ഈ പ്രോസസ്സ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നിങ്ങൾ തന്നെ നോക്കി മനസ്സിലാക്കി എടുക്കുക. ഒന്നുമില്ല, ഞാൻ ഈ പറഞ്ഞ കണക്ക് തന്നെയാണ്. ലെഫ്റ്റിലും റൈറ്റിലും ബി ഇൻ്റർസെക്ഷൻ കൊടുത്തു, അതിനുശേഷം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. നമുക്കറിയാം ഈ ടേം എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ചോദ്യത്തിൽ ബി യൂണിയൻ എക്സ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ബി യൂണിയൻ എക്സിനകത്ത് ആര് വരും? ബി വരും. അതുകൊണ്ട് ബി ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ എക്സ് എന്ന് പറയുന്ന ആരാണ്? ബി ആണ്. പിന്നെ നമ്മൾ എന്ത് ചെയ്തു? ഡിസ്ട്രിബ്യൂട്ടീവ് ലോ വെച്ചിട്ട് ഇത് ഓപ്പൺ ചെയ്തു. ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ബി ഇൻ്റർസെക്ഷൻ എ കിട്ടും, ബി ഇൻ്റർസെക്ഷൻ എക്സ് കിട്ടും. ബി ഇൻ്റർസെക്ഷൻ എ അതുപോലെ എടുത്തെഴുതി. ബി ഇൻ്റർസെക്ഷൻ എ ഫൈ ആണെന്ന് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്, ഫൈ എഴുതി. ഇടയ്ക്കുള്ള ഓപ്പറേഷൻ യൂണിയൻ ആണ്. ഇനി ബി ഇൻ്റർസെക്ഷൻ യൂണിയൻ ഫൈ എന്ന് പറയുന്നത് എന്താണ്? ബി ഇൻ്റർസെക്ഷൻ എ ആണ്. കാരണം എ യൂണിയൻ ഫൈ എന്ന് പറയുന്നത് എന്താണ്? എ ആണെന്ന് നമ്മൾ കണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതെടുത്ത് എഴുതി. അപ്പം ഫൈനലി നമുക്ക് ഇവിടെ നിർത്തിയേക്കുവാണ്. ബി ഇൻ്റർസെക്ഷൻ എ ഈസ് ഈക്വൽ ടു ബി എന്നുള്ളത്. അപ്പം നമ്മൾ ബി ഇൻ്റർസെക്ഷൻ എ ആയാലും എ ഇൻ്റർസെക്ഷൻ ബി ആയാലും എന്തിൻ്റെ സബ്സെറ്റാണ്? എയുടെ സബ്സെറ്റാണ്. അതുകൊണ്ട് തന്നെ ബി ഇൻ്റർസെക്ഷൻ എയുടെ പൊസിഷനിൽ എന്ത് കൊടുക്കാം? ബി കൊടുക്കാം. ബി സബ്സെറ്റ് ഓഫ് എ എന്ന് കിട്ടി. ഓക്കെ, നമുക്ക് ഇവിടെ എന്ത് കിട്ടി? ഇവിടെ ഫസ്റ്റ് പാർട്ട് ചെയ്തപ്പോൾ എന്ത് കിട്ടി? എ സബ്സെറ്റ് ഓഫ് ബി എന്ന് കിട്ടി. ഇവിടെ സെക്കൻഡ് പാർട്ട് ചെയ്തപ്പോൾ എന്ത് കിട്ടി? ബി സബ്സെറ്റ് ഓഫ് എ എന്ന് കിട്ടി. അപ്പോൾ ഈ രണ്ടെണ്ണത്തിന് നമുക്ക് എഴുതാൻ പറ്റുന്നത് എങ്ങനെയാണ്? ഫ്രം ഇക്വേഷൻ 1 and 2 വി ഗെറ്റ് എ ഈക്വൽ ടു ബി എന്ന് കിട്ടി. എ ഈക്വൽ ടു ബി എന്ന് കിട്ടി. ഓക്കെ ആണോ? അപ്പോൾ ഈ പ്രോബ്ലത്തിൽ മെയിനായിട്ട് നമ്മൾ നോക്കേണ്ടത് എന്താണ് അറിഞ്ഞിരിക്കേണ്ടത്? എ സബ്സെറ്റ് ഓഫ് ബി ആണെന്നുണ്ടെങ്കിൽ എ ഇൻ്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു എ ആണെന്നറിയണം. എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു ബി ആണെന്നറിയണം. പിന്നെന്തറിയണം? എ യൂണിയൻ ഫൈ ഈസ് ഈക്വൽ ടു എ ആണെന്നറിയണം. എ ഇൻ്റർസെക്ഷൻ ഫൈ ഈസ് ഈക്വൽ ടു ഫൈ ആണെന്നറിയണം. പിന്നെന്തറിയണം? പിന്നെ നമുക്ക് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ അറിയണം. ഇത്രയും സംഗതികളുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു പ്രോബ്ലം വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത കേസിലോട്ട് പോയാലോ? അടുത്ത കേസ് എന്ന് പറയുന്നത് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു എ ഇൻ്റർസെക്ഷൻ ബി എന്ന് തന്നിട്ടുണ്ട്. എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു എ ഇൻ്റർസെക്ഷൻ ബി എന്ന് തന്നിട്ടുണ്ട്. നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം? എ ഈക്വൽ ടു ബി ആണെന്ന് പ്രൂവ് ചെയ്യണം. എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു എ ഇൻ്റർസെക്ഷൻ ബി എന്ന് തന്നിട്ടുണ്ട്. എ ഈക്വൽ ടു ബി ആണെന്ന് പ്രൂവ് ചെയ്യണം. പിന്നെന്ത് പ്രൂവ് ചെയ്യണം? എ ഈക്വൽ ടു ബി ആണെന്നുണ്ടെങ്കിൽ എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു എ ഇൻ്റർസെക്ഷൻ ബി ആണെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ ആണോ? കാരണം എന്താണ്? ഇവിടെ കിടക്കുന്ന ആ ഒരു സിമ്പൽ എന്ന് പറയുന്നത് 2 way ഇംപ്ലിക്കേഷനാണ്. ഇത് 1 way ഇംപ്ലിക്കേഷനാണ്. ഇത് 2 way ഇംപ്ലിക്കേഷനാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് എ ഈക്വൽ ടു ബി എന്നാണ്. എ ഈക്വൽ ടു ബി എന്ന് എടുത്തിട്ട് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു എ ഇൻ്റർസെക്ഷൻ ബിയിലേക്ക് കൊണ്ടെത്തിക്കാനാണ് ചെയ്യുന്നത്. അപ്പോൾ നോക്കിയാലോ, എ ഈക്വൽ ടു ബി എന്ന് തന്നിട്ടുണ്ട്. നമുക്കറിയാം എ യൂണിയൻ ബി എടുത്തു കഴിഞ്ഞാൽ എ എന്ന് കിട്ടും. എങ്ങനെ കിട്ടും? എ യൂണിയൻ ബി എടുത്തു കഴിഞ്ഞാൽ എ എന്ന് കിട്ടും. എങ്ങനെ കിട്ടും? എ യൂണിയൻ ബി എടുത്തു കഴിഞ്ഞാൽ എ ഈക്വൽ ടു ബി ആയതുകൊണ്ട് രണ്ടാമത്തെ ബി എനിക്ക് എന്തെഴുതാം? എ തന്നെ എഴുതാം. എ യൂണിയൻ എ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? എ ആണ്. അതുകൊണ്ട് എ യൂണിയൻ ബി ഇവിടെ എന്ത് കിട്ടി? എ എന്ന് കിട്ടി. ഓക്കെ ആണോ? എന്നുണ്ടെങ്കിൽ എ ഇൻ്റർസെക്ഷൻ ബി എങ്ങനെ എ എന്ന് കിട്ടി? സെയിം പരിപാടി തന്നെ. എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് എ ഇൻ്റർസെക്ഷൻ എ ആണ്, എന്നത് എ തന്നെയാണ്. അപ്പോൾ എ ഇൻ്റർസെക്ഷൻ ബി എന്ത് കിട്ടി? എ കിട്ടി. ഈ രണ്ട് കേസും മനസ്സിലായോ? ഇവിടെ നമുക്ക് കിട്ടിയത്, ഇപ്പം നിലവിൽ കിട്ടിയത് എ യൂണിയൻ ബി എ എന്ന് കിട്ടി, എ ഇൻ്റർസെക്ഷൻ ബി എ എന്ന് കിട്ടി. രണ്ടും എ ആണല്ലോ. അപ്പോൾ എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു എ ഇൻ്റർസെക്ഷൻ ബി എന്ന് എഴുതാം. എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു എ ഇൻ്റർസെക്ഷൻ ബി എന്ന് എഴുതാം. ഓക്കെ ആണോ? ഇത് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് അല്ലേ? ലെഫ്റ്റ് ഹാൻഡ് സൈഡ് L, റൈറ്റ് ഹാൻഡ് സൈഡ് R. നമ്മൾ R എടുത്തു. എ ഈക്വൽ ടു ബി എന്ന് പറയുന്ന R എടുത്തു. R എടുത്തിട്ട് എവിടെ കൊണ്ടെത്തിച്ചു? L കൊണ്ടെത്തിച്ചു. R ഈസ് ഈക്വൽ ടു L എന്ന് പറഞ്ഞു. R ഇംപ്ലൈസ് L എന്ന് കൊണ്ടെത്തിച്ചു. ഇനി നമുക്ക് എന്ത് ചെയ്യണം? L ഇംപ്ലൈസ് R എന്ന് പറയണം. അതിന് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്താണ്? എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു എ ഇൻ്റർസെക്ഷൻ ബി. ഇതെടുത്തു.
ഓക്കെ, ഞാൻ റാൻഡം ആയിട്ടൊരു ഒരു എക്സ് എടുക്കുകയാണ്, ഒരു എലമെൻ്റ് എടുക്കുകയാണ് എയ്ക്കകത്ത്. എ എന്ന് പറയുന്ന സെറ്റിൽ എക്സ് എന്ന് പറയുന്ന ഒരു എലമെൻ്റ് ഉണ്ട്. അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം എക്സ് എന്ന് പറയുന്ന എവിടെയുണ്ട്? എ യൂണിയൻ ബിയിലും ഉണ്ട്. എക്സ് എയിലുണ്ടെങ്കിൽ എക്സ് എവിടെയും കാണും? എ യൂണിയൻ ബിയിലും കാണും. എക്സ് എ യൂണിയൻ ബിയിലും ഉണ്ട്, എക്സ് എയിലും ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എക്സ് എവിടെയും കാണും? എക്സ് എ ഇൻ്റർസെക്ഷൻ ബിയിലും കാണും. കാരണം എന്താണ്? എ യൂണിയൻ ബി ഈക്വൽ ടു എ ഇൻ്റർസെക്ഷൻ ബി ആണ്. അതുകൊണ്ടാണ് എക്സ് എ യൂണിയൻ ബിയിലുള്ളത് കൊണ്ട് തന്നെ ഈ രണ്ട് സെറ്റും ഈക്വൽ ആയതുകൊണ്ട് ഇവിടെ ഒരു എലമെൻ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ എലമെൻ്റ് ഇവിടെയും കാണും. സോ എക്സ് എന്ന് പറയുന്നത് എ ഇൻ്റർസെക്ഷൻ ബിയിലും ഉണ്ട്. എക്സ് എ ഇൻ്റർസെക്ഷൻ ബിയിലുണ്ടെങ്കിൽ എക്സ് എവിടെ ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം? എക്സ് ബിയിലും ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. എക്സ് ബിയിലും ഉണ്ടെന്നാണ് അർത്ഥം. ഞാനിവിടെ എടുത്തത് എക്സ് എന്ന് പറയുന്ന ഒരു റാൻഡം എലമെൻറ്റ് എയിലുണ്ട് എന്ന് സങ്കല്പിച്ചു. അങ്ങനെ എടുത്തപ്പോൾ എയിലുണ്ടെങ്കിൽ അതെന്താണ്? എ യൂണിയൻ ബിയിൽ ഉറപ്പായിട്ടും കാണും. എ യൂണിയൻ ബി എ ഇൻ്റർസെക്ഷൻ ബിയും ഈക്വൽ ആണെന്നുള്ള കണ്ടീഷനാണ് നമ്മൾ എടുത്തത്. സോ ഇതിനകത്ത് വരുന്ന എക്സ് എവിടെയും കാണും? എ ഇൻ്റർസെക്ഷൻ ബിയിലും കാണും. എ ഇൻ്റർസെക്ഷൻ ബിക്കകത്ത് എക്സ് എന്ന് പറയുന്ന എലമെൻ്റ് ഉണ്ട്. അതായത് എക്സ് എലമെൻ്റ് ഓഫ് എ ആണ്. എക്സ് എലമെൻ്റ് ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ആണ്. സോ എക്സ് എലമെൻ്റ് ഓഫ് എവിടെയും വരും? ബി യു ആവും. എക്സ് എലമെൻ്റ് ഓഫ് ബി യു ആവും. അതുകൊണ്ടാണ് ഞാൻ എങ്ങനെ എടുത്തത്? ഞാൻ എക്സ് എലമെൻ്റ് ഓഫ് ബി എന്ന് എടുത്തത്. അപ്പോൾ നമ്മളൊരു കണ്ടീഷൻ പഠിച്ചിട്ടുണ്ട്. ഇഫ് എക്സ് എലമെൻ്റ് ഓഫ് എ, എക്സ് എയിലെ എലമെൻ്റ് ആണ്, ദെൻ എക്സ് എലമെൻ്റ് ഓഫ് ബി, അങ്ങനെയെങ്കിൽ എക്സ് ബിയിലെ എലമെൻറ്റും ആവും എന്ന് പറയുന്ന ആ ഒരു കണ്ടീഷനാണ് എ സബ്സെറ്റ് ഓഫ് ബി. എ സബ്സെറ്റ് ഓഫ് ബി, എ സബ്സെറ്റ് ഓഫ് ബി. ഓക്കെ ആണോ? എ സബ്സെറ്റ് ഓഫ് ബി. ഇനി ഞാൻ എന്തെടുക്കുന്നു? വൈ എലമെൻ്റ് ഓഫ് എ യൂണിയൻ ബി എന്നെടുക്കുന്നു. വൈ എലമെൻ്റ് ഓഫ് ബി എന്നെടുക്കുന്നു. വൈ എലമെൻ്റ് ഓഫ് ബി എന്നെടുക്കും. നേരത്തെ എക്സ് എലമെൻ്റ് ഓഫ് എ എന്നെടുത്തു. ഇവിടെ വേറെ എലമെൻറ്റ് വൈ. വൈ എവിടുത്തെ എലമെൻ്റ് ആണ്? ബി എന്ന സെറ്റിലെ എലമെൻ്റ് ആണ്. സോ ബി എന്ന സെറ്റിലെ എലമെൻ്റ് ആവുമ്പോൾ വൈ എവിടുത്തെ എലമെൻ്റ് ആവും? എ യൂണിയൻ ബിയിലെ എലമെൻ്റ് ആവും. എ യൂണിയൻ ബിയിലെ എലമെൻ്റ് ആവും. എ യൂണിയൻ ബിയിലെ എലമെൻ്റ് ആയി കഴിഞ്ഞാൽ വൈ എവിടുത്തെ എലമെൻ്റ് ആവും? എ യൂണിയൻ ബി എന്തിന് ഈക്വലാണ്? എ ഇൻ്റർസെക്ഷൻ ബിക്ക് ഈക്വലാണ്. സോ വൈ എലമെൻ്റ് ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്നും പറയാം. എ ഇൻ്റർസെക്ഷൻ ബി എന്നും പറയാം. സോ വൈ എലമെൻ്റ് ഓഫ് ബി ആണെന്നുള്ളത് തീർച്ചയാണ്. വൈ എവിടുത്തെ എലമെൻ്റ് ആണ്? എ ഇൻ്റർസെക്ഷൻ ബിയിലെ എലമെൻ്റ് ആണ്. എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ എയിലെയും ബിയിലെയും കോമൺ എലമെൻസിൻ്റെ സെറ്റാണ്. വൈ ബിയിലുണ്ടെങ്കിൽ വൈ എവിടെയും കാണണം? വൈ എയിലും കാണണം. സോ വൈ എലമെൻ്റ് ഓഫ് എ എന്ന് കിട്ടി. വൈ എലമെൻ്റ് ഓഫ് എ എന്ന് കിട്ടി. ഇത്രയും മനസ്സിലായോ? അപ്പോൾ നമുക്ക് പറയാൻ പറ്റും, ഇഫ് വൈ എലമെൻ്റ് ഓഫ് ബി, ദെൻ വൈ എലമെൻ്റ് ഓഫ് എ, അതാണ് എന്ത്? സബ്സെറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ബി സബ്സെറ്റ് ഓഫ് എ എന്ന് പറയാം. വൈ ബിയിലും ഉണ്ട്, വൈ എയിലും ഉണ്ട്. അങ്ങനെ എന്നുണ്ടെങ്കിൽ ബിയിലുള്ള എല്ലാ എലമെൻ്റ് എവിടെയുണ്ട്? എയിലുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇവിടെ നമ്മൾ നിലവിൽ എന്താണ് പ്രൂവ് ചെയ്തത്? ഇവിടെ നിലവിൽ എന്താണ് പ്രൂവ് ചെയ്തത്? എ സബ്സെറ്റ് ഓഫ് ബി എന്ന് പ്രൂവ് ചെയ്തു. രണ്ടാമത് ബി സബ്സെറ്റ് ഓഫ് എ എന്ന് പ്രൂവ് ചെയ്തു. നമ്മൾ പഠിച്ചിട്ടുണ്ട് എ സബ്സെറ്റ് ഓഫ് ബി ആണ്, ബി സബ്സെറ്റ് ഓഫ് എ ആണെന്നുണ്ടെങ്കിൽ അതൊരു 2A ഇംപ്ലിക്കേഷനാണ്. അത് എന്തിലേക്കാണ് നയിക്കുന്നത്? എ ഈക്വൽ ടു ബിയിലേക്കാണ് നയിക്കുന്നത്. അപ്പോൾ ഫലത്തിൽ റിസൾട്ടായിട്ട് നമുക്ക് എന്ത് പറയാം? എ യൂണിയൻ ബി എന്ന് പറയുന്നത് എ ഇൻ്റർസെക്ഷൻ ബിക്ക് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ എ ഈക്വൽ ടു ബി തന്നെയായിരിക്കും. So we can prove it is proved that if A union B is equal to A intersection B, then A equal to B. Or if A equal to B, then we can say that A union B is equal to A intersection B. ഇതാണ് if and only if പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇതാണ്. ഇത് ഓർത്തിരിക്കുമല്ലോ. അങ്ങനെയെങ്കിൽ നമുക്ക് ഇത് വെച്ചിട്ട് പുതുതായിട്ടൊരു കാര്യം പറഞ്ഞുകൂടായോ? അതായത് A ഈക്വൽ ടു B ആണെന്നുണ്ടെങ്കിൽ, അപ്പോൾ നിലവിൽ രണ്ട് കാര്യങ്ങൾ നമുക്കറിയാം. എ സബ്സെറ്റ് ഓഫ് ബി ആയിരിക്കും, ബി സബ്സെറ്റ് ഓഫ് എ ആയിരിക്കും. എ ഈക്വൽ ടു ബി ആണെന്നുണ്ടെങ്കിൽ എ സബ്സെറ്റ് ഓഫ് ബി, ബി സബ്സെറ്റ് ഓഫ് എ. എ ഈക്വൽ ടു ബി ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ പഠിച്ച പുതിയ പ്രോപ്പർട്ടി എന്താണ്? എ യൂണിയൻ ബി ഇസ് ഈക്വൽ ടു എ ഇൻ്റർസെക്ഷൻ ബി. അതും ഇഫ് ആൻഡ് ഓൺലി ഇഫ് ആണ്. അപ്പോൾ ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസൾട്ടാണ്. അപ്പോൾ ഇത് നിങ്ങൾ പഠിച്ചു വെച്ചേക്കണം.
നിങ്ങൾക്ക് പലയിടത്തും പ്രോബ്ലം ചെയ്യുമ്പം ഇതാവശ്യം വരും, പലയിടത്തും പ്രൂഫ് ചോദിക്കുമ്പോൾ ഇതാവശ്യം വരും. നമുക്ക് NCERT ബേസ്ഡ് ആയിട്ടുള്ള എല്ലാ എക്സാമുകൾക്കും ഇത് ഉപകാരപ്പെടും. ഓക്കെ ആണോ? ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വച്ചേക്കുക. ഇനി നമുക്ക് പുതിയ ഒരു കാര്യം പഠിക്കാം, ഡിഫറൻസ് ഓഫ് സെറ്റ്. അപ്പോൾ സെറ്റിൻ്റെ കുറച്ച് ഓപ്പറേഷൻസ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പം യൂണിയൻ കണ്ടു, ഇൻ്റർസെക്ഷൻ കണ്ടു, ഇതിൻ്റെ എല്ലാം വെൻ ഡയഗ്രാംസ് കണ്ടു. ഇനി ഡിഫറൻസ് ഓഫ് സെറ്റ് നോക്കാം. ഡിഫറൻസ് ഓഫ് സെറ്റ് പെട്ടെന്ന് പറയാവുന്നേ ഉള്ളൂ. എന്താണ് ഡിഫറൻസ് എന്ന് നമുക്കറിയാം. ഇപ്പം 5 - 2 എന്ന് പറയുന്നത് എന്താണ്? 3 ആണ്. 5 - 2 എന്ന് പറയുന്നത് 3 ആണ്. ഞാൻ ആ 5 - 2നെ 5 എന്ന് പറയുന്നത് 1 1 1 1 1 ഇങ്ങനെ ഒരാളാണെന്ന് വിചാരിക്കാം. അതായത് 5 - 2 കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതിപ്പോൾ കത്തിച്ച് വെച്ചിരിക്കുന്ന 5 മെഴുകുതിരികളാണെന്ന് വിചാരിക്കാം. 5 മെഴുകുതിരികളാണെന്ന് വിചാരിക്കുക. 5 - 2 ആണ്. അപ്പം ഞാൻ ഇതിൽ നിന്ന് 2 എണ്ണം എടുത്ത് മാറ്റി. 2 എണ്ണം എടുത്ത് മാറ്റുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? 3 മെഴുകുതിരി കിട്ടും. അതാണ് എനിക്ക് 3 കിട്ടിയത്. അതായത് 5 എണ്ണമുള്ള സാധനത്തിൽ നിന്നും 2 എണ്ണം എടുത്ത് മാറ്റിയപ്പോൾ എനിക്ക് 3 എണ്ണം കിട്ടി. ഡിഫറൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതാണ്. എ എന്ന് പറയുന്നൊരു സെറ്റുണ്ട്. എക്കകത്ത് കുറച്ച് എലമെൻറ്റ്സ് ഉണ്ട്. ബി എന്ന് പറയുന്ന മറ്റൊരു സെറ്റുണ്ട്, അതിനകത്തും കുറച്ച് എലമെൻറ്റ്സ് ഉണ്ട്. എ - ബി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ് ഡിഫറൻസ്. എ ഡിഫറൻസ് ബി അല്ലെങ്കിൽ എ - ബി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? എയിലുള്ളതും ബിയിൽ ഇല്ലാത്തതുമായ സെറ്റുകളാണ്, എയിലുള്ള സെറ്റുകളല്ല, എലമെൻറ്റ്സ് ആണ് എവിടെ വരുന്നത്? എ - ബിക്കകത്ത് വരുന്നത്. എന്താണ്? എയിലുണ്ട് ബിയിലില്ല, അത്തരത്തിലുള്ള സെറ്റുകളാണ് എ - ബി, എ ഡിഫറൻസ് ബി എന്ന് പറയുമ്പം ഉദ്ദേശിക്കുന്നത്. ഇനി ബി - എ എന്ന് പറഞ്ഞാൽ എന്താണ്? ബിയിലുണ്ട് പക്ഷേ എയിലില്ല. ഇവിടെ എയിലുണ്ട് ബിയിലില്ല. ഓക്കെ ആണോ? എ - ബി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സെറ്റ് വെയർ എക്സ് സച്ച് ദാറ്റ് എക്സ് എലമെൻറ്റ് ഓഫ് എ, എക്സ് എവിടുത്തെ എലമെൻ്റ് ആണ്? എയിലെ എലമെൻ്റ് ആണ്. ആൻഡ് എക്സ് നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് ബി, ഇത് നോട്ട് ആൻ എലമെൻറ്റിനാണ് ഇത് കാണിക്കുന്നത്. എപ്സിലോണ് നമ്മൾ കട്ട് ചെയ്യുന്ന നോട്ട് ആൻ എലമെൻറ്റിനെയാണ് കാണിക്കുന്നത്. സോ എക്സ് എലമെൻറ്റ് ഓഫ് എ ആണെന്നുണ്ടെങ്കിൽ എക്സ് എലമെൻറ്റ് ഓഫ് ബി ആവരുത്. അതാണ് എ - ബി. ഇനി ബി - എ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇത് തന്നെയാണ്. എക്സ് എലമെൻറ്റ് ഓഫ് ബി ആയാൽ എക്സ് നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് എ ആണ്. ഇതാണ് ബി - എ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം. ഓക്കെ ആണോ? ഇനി അതിൻ്റെ വെൻ ഡയഗ്രത്തിലോട്ട് പോയാലോ? വെൻ ഡയഗ്രം നോക്കിക്കേ. ഇതാണ് സെറ്റ് എ. സെറ്റ് ബി എങ്ങനെ കൊടുക്കാം? സെറ്റ് ബി ഇതാണ്, ഇത് സെറ്റ് ബി. എ - ബി എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പറഞ്ഞത്? എയിലുള്ളതും ബിയിലില്ലാത്തതുമായിട്ടുള്ള സെറ്റാണ് എ - ബിക്കകത്ത് വരുന്നത്. എയിലുള്ള എലമെൻസും ബിയിലില്ലാത്ത എലമെൻസും. അപ്പം ബിയിലില്ലാത്തതും എന്ന് പറയുമ്പോൾ എന്ത് ചെയ്താൽ മതി? ആ എ ഇൻ്റർസെക്ഷൻ ബി വരുന്ന പാർട്ട് ഉണ്ടല്ലോ, ഈ പാർട്ട്, ഈ ഗ്യാപ്പ് കിടക്കുന്ന ഈ പാർട്ട് അങ്ങ് ബ്ലാങ്ക് ആക്കി ഇട്ടിട്ട് ബാക്കി എയുടെ ഭാഗം അങ്ങ് ഷെയ്ഡ് ചെയ്ത് കൊടുത്താൽ മതി. ബാക്കി എയുടെ ഭാഗം ഷെയ്ഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അതെന്താവും? ഡയറക്റ്റ്ലി എന്താവും? എ - ബി ആവും. ദോസ് എലമെൻറ്റ്സ് ഇൻ എ നോട്ട് ഇൻ ബി, അതാണ് എ - ബി, അതാണ് ഈ വരച്ചേക്കുന്നത്. ഇനി നോക്കി, ഇവിടെയും എ എന്ന് പറയുന്ന സെറ്റുണ്ട്, ബി എന്ന് പറയുന്ന സെറ്റുണ്ട്. അത് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന കേസാണ് ഇത്. ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബി - എ ആണ് കാണേണ്ടത്. ബി - എ എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ് ചെയ്തേക്കുന്നത്? എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്ന ആ ഒരു ഗ്യാപ്പ് മാറ്റിയിട്ട്, അത് ഗ്യാപ്പാക്കി തന്നെ ഇട്ടിട്ട്, അല്ലെങ്കിൽ അവിടെ ഷെയ്ഡ് ചെയ്യാതെ ഇട്ടിട്ട് എന്ത് ചെയ്തേക്കുവാണ്? ബിയുടെ ബാക്കിയുള്ള പാർട്ട് മാത്രം ഷെയ്ഡ് ചെയ്തേക്കുവാണ്. അതാണെന്ത്? ഇൻ ബി നോട്ട് ഇൻ എ എന്ന് പറയുന്നത്. ബിയിലുണ്ട്, എയിലില്ല. ദോസ് എലമെൻറ്റ്സ് ഇൻ ബി വിച്ച് ആർ നോട്ട് ഇൻ എ. അങ്ങനെയുള്ള സെറ്റാണ് ബി - എ. അപ്പോൾ എ - ബി കൊണ്ടും ബി - എ കൊണ്ട് എന്താണ് യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നതെന്നൊരു ബേസിക് ആയിട്ടുള്ളൊരു നോളജ് കിട്ടിയോ? അങ്ങനെയെങ്കിൽ നമുക്കിതൊരു എക്സാമ്പിൾ നോക്കിയാലോ? ഒരു എക്സാമ്പിൾ നോക്കിയേ. എ എന്ന് പറയുന്ന സെറ്റ് തന്നിരിക്കുന്നത് 1 2 3 4 5 5 എലമെൻറ്റ്സ് ഉള്ളൊരു സെറ്റാണ്. 1 മുതൽ 5 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സാണ് ഇവിടെ തന്നിരിക്കുന്നത്. ബി എന്ന് പറയുന്ന സെറ്റ് നോക്കിയേ, 3 5 7 9. ഇതെന്ന് പറയുന്നത് ഓഡ് നമ്പേഴ്സിൻ്റെ സെറ്റാണ്. 1 മിസ്സിങ് ആണ് ഇതിനകത്ത്. 3 മുതലാണ് തുടങ്ങുന്നത്. 3 ഉണ്ട്, 5 ഉണ്ട്, 7 ഉണ്ട്, 9 ഉണ്ട്. 4 എലമെൻറ്റ്സ് ഉള്ള ഓഡ് നമ്പറിൻ്റെ സെറ്റാണ് ബി.
നമുക്ക് കാണേണ്ട എന്താണ്? എ മൈനസ് ബി ആണ് കാണേണ്ടത്. സോ ഇവിടെ ആദ്യം നമ്മൾ കൺഫേം ചെയ്യേണ്ട എന്താണ്? എ മൈനസ് ബി കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ബിയിലും എയിലും കോമൺ ആയിട്ട് എലമെൻറ്റ്സ് വല്ലതും ഉണ്ടോ എന്ന് നോക്കണം. അതായത് എ ഇൻ്റർസെക്ഷൻ ബിയുടെ അതേ പരിപാടി ഇവിടെ നോക്കുക. എ ഇൻ്റർസെക്ഷൻ ബി നോക്കുക. എ എന്ന് പറയുന്ന സെറ്റിൽ 3 ഉണ്ട്, 5 ഉണ്ട്. ബി എന്ന സെറ്റിലും 3 ഉണ്ട്, 5 ഉണ്ട്. അപ്പോൾ 3ഉം 5ഉം ആണ് നമ്മുടെ കോമൺ എലമെൻറ്റ്സ്. ഈ കോമൺ എലമെൻറ്റ്സ് എവിടുന്ന് കളയണം? എയിൽ നിന്ന് കളയണം. കളഞ്ഞിട്ട് എന്ത് ചെയ്യണം? ബാക്കി വരുന്ന എലമെൻറ്റ്സ് എടുത്ത് സെറ്റാക്കി എഴുതുക. അപ്പോൾ 1 2 3 4 5 ആയിരുന്നു നമ്മുടെ എയിലെ സെറ്റിലെ എലമെൻറ്റ്സ്. എ ഇൻ്റർസെക്ഷൻ ബി, അതായത് എയിലും ബിയിലും കോമൺ ആയിട്ട് 3ഉം 5ഉം എന്ന ഈ 2 എലമെൻറ്റ്സ് ആണ് വരുന്നത്. 3ഉം 5ഉം എ എന്ന് പറയുന്ന സെറ്റിൽ നിന്ന് കളഞ്ഞു ബാക്കി. അപ്പോൾ എ മൈനസ് ബി എന്ന് പറയുന്നത് 1 2 4 എന്ന് വരും. സെയിം പരിപാടി തന്നെയാണ് ബി മൈനസ് എക്കും ചെയ്യുന്നത്. കോമൺ എലമെൻറ്റ്സ് 3ഉം 5ഉം ആണ്. അപ്പം ബിയുടെ സെറ്റ് ആദ്യം നോക്കുക. ബിയുടെ സെറ്റ്, കാരണം ബി മൈനസ് എ ആണ്, ബി ആണ് ആദ്യം വരുന്നത്. ഫസ്റ്റ് ബി ആണ് വരുന്നത്. സോ ബിയിൽ നിന്നും എയിൽ എലമെൻറ്റ്സ് പോകണം. അപ്പോൾ ബിയിലെ എലമെൻറ്റ്സ് എന്ന് പറയുന്നത് 3 5 7 9 ആണ്. എയിലും ബിയിലും കോമൺ എലമെൻറ്റ്സ് 3ഉം 5ഉം ആണ്. 3ഉം 5ഉം പോയി കഴിഞ്ഞാണ് നമുക്ക് 7ഉം 9ഉം വരുന്ന എലമെൻറ്റ്സ് ആയി വരുന്ന സെറ്റ് എഴുതാൻ പറ്റുന്നത്. സോ അതെന്താവും? ബി മൈനസ് എ ആവും. ഓക്കെ ആണോ? സെറ്റ് അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അങ്ങനെയെങ്കിൽ നമുക്കിത് വെച്ചിട്ടൊരു പ്രോബ്ലം നോക്കിയാലോ? നോക്കിക്കേ, നമുക്ക് തന്നിരിക്കുന്ന പ്രോബ്ലം എന്ന് പറയുന്നത് ആദ്യത്തെ പ്രോബ്ലത്തിൽ എക്സ് എന്നൊരു സെറ്റ് കൊടുത്തിട്ടുണ്ട്. എ ബി സി ഡി ഇ എഫ്. എത്ര എലമെൻറ്റ്സ് ഉണ്ട്? 6 എലമെൻറ്റ്സ് ഉണ്ട്. വൈ എന്ന് പറയുന്ന മറ്റൊരു സെറ്റുണ്ട്, എഫ് ബി ഡി ജി എച്ച് കെ. റാൻഡം ആയിട്ടാണ് എലമെൻറ്റ്സ് കൊടുത്തിരിക്കുന്നത്. എത്ര എലമെൻറ്റ്സ് ഉണ്ട്? 6 എലമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ രണ്ടിലും 6 എലമെൻറ്റ്സ് ഉണ്ടെന്ന് നമ്മൾ കൺഫേം ചെയ്തു. ഇടയ്ക്കിടയ്ക്കൊക്കെ എലമെൻറ്റ്സുകളൊന്ന് എണ്ണി നോക്കണേ. കാരണം ഈ സെറ്റും അതിലെ നമ്പർ ഓഫ് എലമെൻറ്റ്സും കാർഡിനാലിറ്റിയൊക്കെ നമ്മൾ പഠിച്ചു വരുന്നതേ ഉള്ളൂ. അപ്പോൾ കൂടെ നമ്മൾ പഴയ ടേമുകളൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. ഇനി എക്സ് മൈനസ് എ വൈ കാണണം, വൈ മൈനസ് എക്സ് കാണണം. ഞാൻ ഈ പ്രോബ്ലം മാത്രം നിങ്ങൾക്കൊന്ന് ചെയ്ത് കാണിക്കാം. നമുക്ക് എന്താണ് കാണേണ്ടത്? എക്സ് മൈനസ് വൈ ആണ് കാണേണ്ടത്. ഞാൻ ആദ്യം എന്ത് ഐഡൻറ്റിഫൈ ചെയ്യുന്നു? എക്സിലും വൈയിലെയും കോമൺ എലമെൻറ്റ്സ് ഐഡൻറ്റിഫൈ ചെയ്യുന്നു. എ ഉണ്ടോ ഇതിൽ? എ രണ്ടിലും ഇല്ല. ബി ഉണ്ടോ? ബി രണ്ടിലും ഉണ്ട്. അപ്പം ബി രണ്ടിലും വരുന്നുണ്ട്. എക്സ് ഇൻ്റർസെക്ഷൻ വൈ ആണ് എക്സിലെയും വൈയിലെയും കോമൺ എലമെൻറ്റ്സ്. അപ്പം ആരുണ്ട്? ബി ഉണ്ട്. സി ഉണ്ടോ? സി രണ്ടിലും ഇല്ല. ഡി ഉണ്ടോ? ഡി രണ്ടിലും ഉണ്ട്. അപ്പം ബിയും ഡിയും. ഇ ഉണ്ടോ? ഇ രണ്ടിലും ഇല്ല. എഫ് ഉണ്ടോ? എഫ് രണ്ടിലും ഉണ്ട്. അപ്പം ബി ഡി എഫ്. ഈ ബി ഡി എഫ് എന്നതാണ് എന്ത്? എക്സ് വൈയുടെയും കോമൺ എലമെൻറ്റ്സ് ആയിട്ട് വരുന്നത്, അല്ലെങ്കിൽ എക്സ് വൈയുടെ ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്നത് സെറ്റ് എലമെൻറ്റ്സ് വിത്ത് ബി ഡി എഫ്. ബി ഡി എഫ് ഓക്കെ ആണോ? എ ഇല്ല, എ ഇല്ല. ബി ഉണ്ട്, ബി ഇതിനകത്തുണ്ട്. സി നോക്കി, സി ഇതിനകത്തുണ്ടോ? സി എന്ന് പറയുന്ന 2 സെറ്റിലും ഉണ്ടോ? ഇല്ല. അപ്പോൾ അത് എഴുതണ്ട. ഡി എന്ന് പറയുന്ന 2 സെറ്റിലും ഉണ്ടോ? ഉണ്ട്, എഴുതി. ഇ ഉണ്ടോ? ഇ ഇല്ല. എഫ് ഉണ്ടോ? എഫ് ഉണ്ട്, എഫ് എടുത്തെഴുതി. കോമൺ എലമെൻറ്റ്സ് എല്ലാം എടുത്തെഴുതി. ഈ കോമൺ എലമെൻറ്റ്സ് എവിടുന്ന് കളയണം? ഫസ്റ്റ് സെറ്റ്, അതായത് എക്സ് മൈനസ് വൈ ആകുമ്പോൾ ഫസ്റ്റ് സെറ്റ് എക്സ് ആണ്. എക്സിൽ നിന്നും കോമൺ എലമെൻറ്റ്സ് കളയണം. സോ എനിക്ക് ആദ്യം എ എഴുതാമല്ലോ. ബി എഴുതാൻ പറ്റുമോ? ഇല്ല. അടുത്ത് കഴിഞ്ഞ് സി എഴുതാമല്ലോ. ഡി എഴുതാൻ പറ്റുമോ? ഡി ഇല്ല. ഇ എഴുതാൻ പറ്റുമോ? പറ്റും. എഫ് എഴുതാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പോൾ ഇതാണ് എന്ത് നമ്മുടെ എക്സ് മൈനസ് വൈ എന്ന് പറയുന്ന സെറ്റ്. എക്സ് മൈനസ് വൈ എന്ന് പറയുന്ന സെറ്റ്. ഓക്കെ ആണോ? ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വൈ മൈനസ് എക്സ് കണ്ടു നോക്കിയാലോ. ഇതേ സെയിം പരിപാടി തന്നെയാണ്. വൈ മൈനസ് എക്സ് നോക്കുമ്പോൾ വൈ ആണ് ഇവിടുത്തെ ഫസ്റ്റ് സെറ്റ്. അപ്പോൾ ആ ഫസ്റ്റ് സെറ്റിൽ നിന്ന് ആര് പോകണം? കോമൺ എലമെൻറ്റ്സ് എല്ലാം പോകണം. ഫസ്റ്റ് സെറ്റ് എന്ന് പറയുന്നത് എഫ് ബി ഡി ജി എച്ച് കെ എന്ന് പറയുന്ന എലമെൻറ്റ്സ് ആണ്. കോമൺ എലമെൻറ്റ്സ് ആരൊക്കെയാണ്? ബി ഡി എഫ്. മാർക്ക് ചെയ്ത് വെച്ചോ. ബി ഡി എഫ്. ബി ഡി എഫ് ഇത്ര എലമെൻറ്റ്സ് പോയിട്ട് ബാക്കി ആരൊക്കെയുണ്ട്? ജി എച്ച് കെ ഉണ്ട്. ഓക്കെ, നമുക്ക് സെറ്റ് റെഡിയായല്ലോ. വൈ മൈനസ് എക്സ് റെഡിയായി, എക്സ് മൈനസ് റെഡിയായി. സെയിം പ്രോസസ്സ് തന്നെയാണ് രണ്ടാമത്തെ ചോദ്യം ചെയ്യുന്നത്. നിങ്ങൾ ഈ ചോദ്യം എന്തായിട്ട് ചെയ്യുക? ഹോംവർക്കായിട്ട് ചെയ്യുക. ഓക്കെ ആണോ? അപ്പോൾ നിങ്ങൾക്ക് എ മൈനസ് ബി കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ ജനറലായിട്ട് എങ്ങനെ കണ്ടുപിടിച്ചാൽ മതി? എയിലെയും ബിയിലെയും കോമൺ ആയിട്ടുള്ള എലമെൻറ്റ്സ് നോക്കണം. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? അതിൻ്റെ ഇൻ്റർസെക്ഷൻ കാണണം. ആ ഇൻ്റർസെക്ഷൻ അല്ലെങ്കിൽ കോമൺ എലമെൻറ്റ്സ് എടുത്ത് കളഞ്ഞിട്ട് എയിൽ നിന്ന് എടുത്ത് കളഞ്ഞിട്ട് ബാക്കി വരുന്ന സെറ്റാണ് എന്ത്? എ മൈനസ് ബി എന്ന് പറയുന്നത്. ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ ലാസ്റ്റ് പ്രോബ്ലം. നോക്കേ, ഇന്നത്തെ ക്ലാസ്സിലെ ലാസ്റ്റ് പ്രോബ്ലമാണ് ഇത്. ഡിഫറൻസുമായിട്ട് ബന്ധപ്പെട്ടൊരു പ്രോബ്ലമാണ്. എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. എ ബി സി 3 സെറ്റുകളാണ്. എ ബി സി സച്ച് ദാറ്റ് എ സബ്സെറ്റ് ഓഫ് ബി എന്ന് തന്നിട്ടുണ്ട്.
എ സബ്സെറ്റ് ഓഫ് ബി എന്ന് തന്നിട്ടുണ്ട്. അതായത് എയിലെ എല്ലാ എലമെൻസും അവിടെ ഉണ്ട്, ബിയിലുണ്ട്. ഇത് സബ്സെറ്റ് മാത്രമല്ല, ഇങ്ങനെ എഴുതുമ്പോൾ ഇതാണ് സബ്സെറ്റ്. ഇങ്ങനെ എഴുതുമ്പോൾ എന്താണ്? പ്രോപ്പർ സബ്സെറ്റ് ആണ്. പ്രോപ്പർ സബ്സെറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? എ നോട്ട് ഈക്വൽ ടു ബി എന്നാണ്. എയും ബിയും ഈക്വൽ ആവില്ല. അതൊക്കെ ഓർമ്മയുണ്ടേ. അങ്ങനെ എന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് പ്രൂവ് ചെയ്യണം? എ സബ്സെറ്റ് ഓഫ് ബി ആണെന്നുണ്ടെങ്കിൽ എന്ത് പ്രൂവ് ചെയ്യണം? പ്രൂവ് ദാറ്റ് സി മൈനസ് ബി സബ്സെറ്റ് ഓഫ്, അല്ലെങ്കിൽ പ്രോപ്പർ സബ്സെറ്റ് ഓഫ് സി മൈനസ് എ. സി മൈനസ് ബി സബ്സെറ്റ് ഓഫ് പ്രോപ്പർ സബ്സെറ്റ് ഓഫ് സി മൈനസ് എ എന്ന് പ്രൂവ് ചെയ്യുക. സോ ഇത് ചെയ്യുന്നതിന് വേണ്ടി ഞാൻ ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നു? എക്സ് എലമെൻറ്റ് ഓഫ് സി മൈനസ് ബി എന്ന് എടുക്കുന്നു. എക്സ് എന്ന് പറയുന്നത് എനിക്കിഷ്ടമുള്ളൊരു എലമെൻ്റാണ്. അത് ഞാൻ എന്ത് ചെയ്യുന്നു? സി മൈനസ് ബി എന്ന് പറയുന്ന സെറ്റിൽ ഒരു എലമെൻ്റ് ആണെന്ന് എടുക്കും. സി മൈനസ് ബിയിലെ സെറ്റിലെ എലമെൻ്റാണ് എക്സ് എന്നെടുത്തു. ഓക്കെ ആണോ? അങ്ങനെ എന്നുണ്ടെങ്കിൽ എക്സ് എവിടെ വരും? എക്സ് സിയിൽ കാണും. ബിയിൽ കാണുമോ? ബിയിൽ കാണില്ല. കാരണം എന്താ? സി മൈനസ് ബി എന്ന് പറയുന്നത് സിയിലുണ്ട്, ബിയിലില്ലാത്ത എലമെൻസ് ആണ്. സോ സിയിലുള്ളത് കൊണ്ട് ഞാൻ എക്സ് എവിടെ എഴുതി? സിയിലുണ്ടെന്ന് എഴുതി. ആൻഡ് എക്സ് എവിടെ വരുന്നില്ല? എക്സ് ബിയിൽ വരുന്നില്ല. ഓക്കെ ആണോ? എക്സ് എവിടെ വരുന്നില്ല? ബിയിൽ വരുന്നില്ല. ഇത് നമ്മൾ എന്ത് പരിഗണിക്കും? എ സബ്സെറ്റ് ഓഫ് ബി ആണെന്ന് പരിഗണിക്കും. ഇത് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. എ പ്രോപ്പർ സബ്സെറ്റ് ഓഫ് ബി ആണ്. ഇതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ പഠിച്ചായിരുന്നു. എയിലുള്ള എല്ലാ എലമെൻസും അവിടെ ഉണ്ട്, ബിയിലുണ്ട്. എയിലുള്ള എല്ലാ എലമെൻസും അവിടെ കിടപ്പുണ്ട്, ബിയിൽ കിടപ്പുണ്ട്. അതായത് ബിയിലില്ലാത്ത ഒരു എലമെൻറ്റ്, സപ്പോസ് ഞാൻ ബി എന്ന് പറയുന്ന സെറ്റ് എഴുതുന്നു. 1 2 3 4. ബിയിലില്ലാത്തൊരു എലമെൻ്റ് എടുക്കുവാന്നേ. ബിയിലില്ലാത്തൊരു എലമെൻ്റ് എന്ന് പറയുമ്പോൾ എന്തെടുന്ന്? 4 കഴിഞ്ഞിട്ട് അടുത്ത സംഖ്യ എടുക്കുന്നു. 5 എവിടുത്തെ എലമെൻ്റ് അല്ല? ബിയിലെ എലമെൻ്റ് അല്ല. ഉറപ്പായിട്ടും എനിക്ക് പറയാൻ പറ്റും 5 എന്ന് പറയുന്നത് എവിടുത്തെ എലമെൻ്റ് അല്ല? എയിലെ എലമെൻ്റ് അല്ല. കാരണം എന്താണ്? എ സബ്സെറ്റ് ഓഫ് ബി എന്ന് പറയുന്നത് എയിലെ എല്ലാ എലമെൻറ്റും ബിയിലുണ്ടെന്നാണ്. ആ ഒരു സെറ്റാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. ബിയിലില്ലാത്തൊരു എലമെൻ്റ് എടുത്തു 5. ആ 5 എയ്ക്കകത്ത് വരുമോ? എയിൽ വരുമോ? എയിൽ ഒരിക്കലും അത് വരില്ല. അതൊരിക്കലും വരുമെന്ന് പ്രതീക്ഷിക്കരുത്. അങ്ങനെയെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് എഴുതാൻ പറ്റും? എക്സ് എലമെൻ്റ് ഓഫ് സി തന്നെയാണ്. അതിൽ യാതൊരു തർക്കവും ഇല്ലേ? എക്സ് ബിയിലെ എലമെൻ്റ് അല്ല. അതുകൊണ്ട് എക്സ് എവിടുത്തെ എലമെൻ്റ് അല്ല? ഇപ്പോൾ പറഞ്ഞല്ലോ, എയിലെ എലമെൻ്റ് അല്ല. നമുക്ക് തന്നിട്ടുണ്ട്. കാരണം എന്താണ്? ബിക്കോസ് നമുക്ക് എന്ത് പറയാൻ പറ്റും? ബിക്കോസ് എ പ്രോപ്പർ സബ്സെറ്റ് ഓഫ് ബി. എ ബിയുടെ പ്രോപ്പർ സബ്സെറ്റ് ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? if x not an element of b, then x not an element of a. എക്സ് ബിയിലെ എലമെൻ്റ് അല്ലാത്തത് കൊണ്ട് എക്സ് എയിലെയും എലമെൻ്റ് അല്ല എന്ന് പറയാൻ പറ്റും. എക്സ് സിയിലെ എലമെൻ്റ് ആണ്, എക്സ് എയിലെ എലമെൻ്റ് അല്ല. ഓക്കെ, എക്സ് എവിടുത്തെ എലമെൻ്റ് ആണ്? സിയിലെ എലമെൻ്റ് ആണ്. എക്സ് എവിടുത്തെ എലമെൻ്റ് അല്ല? എയിലെ എലമെൻ്റ് അല്ല. സിയിലുണ്ട്, എയിലില്ല. സി മൈനസ് എ ആയോ? ഞാൻ പറഞ്ഞത് മനസ്സിലായോ നിങ്ങൾക്ക്? എക്സ് എവിടെ ഉണ്ട്? എക്സ് സിയിലുണ്ട്, സി എന്ന് പറയുന്ന സെറ്റിലുണ്ട്. എക്സ് എവിടെ ഇല്ല? എ എന്ന് പറയുന്ന സെറ്റിലില്ല. അപ്പോൾ നമുക്ക് കോമൺ ആയിട്ട് എന്ത് പറയാൻ പറ്റും? എക്സ് എലമെൻ്റ് ഓഫ് സി മൈനസ് എ എന്ന് പറഞ്ഞൂടെ? അപ്പോൾ തുടക്കം നമ്മൾ എവിടെ നിന്നായിരുന്നു? എക്സ് എലമെൻ്റ് ഓഫ് സി മൈനസ് ബി എന്നെടുത്തു. അങ്ങനെയെങ്കിൽ നമുക്കറിയാം സിയിലുണ്ട്, എക്സ് സിയിലുണ്ട്. എക്സ് എവിടെ ഇല്ല? ബിയിലില്ല. നോട്ട് ആൻ എലമെൻറ്റ്. എക്സ് സിയിലുണ്ട്, എക്സ് ബിയിലില്ലാത്തത് കൊണ്ട് എക്സ് എയിലും ഇല്ലെന്ന് പറയാം. കാരണം എയിലുള്ള എല്ലാവരും ബിയിലുണ്ട്. ബിയിലില്ലാത്ത ഒരാൾ ഒരിക്കലും എയിൽ വരില്ല. അതുകൊണ്ട് എക്സ് എവിടെ ഇല്ല? എയിലില്ല. ഈ ഫോം എക്സ് എലമെൻ്റ് ഓഫ് സി ആൻഡ് എക്സ് എലമെൻ്റ് ഓഫ് എ. എക്സ് സിയിലുണ്ട്, എയിലില്ല. ഇപ്പോൾ എവിടെ ഉണ്ട്? എക്സ് സി മൈനസ് എയിലുണ്ട്. ഈ സെറ്റിൻ്റെ പ്രത്യേകത എന്താണ്? സിയിലുണ്ട്, എയിലില്ല. അതുകൊണ്ടാണ് എക്സ് എവിടെ എഴുതിയത്? സി മൈനസ് എ എഴുതിയത്. ഓക്കെ ആണോ? അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? എക്സ് സി മൈനസ് ബിയിലുണ്ട്. ഇഫ് എക്സ് ഇൻ സി മൈനസ് ബി ഓർ എക്സ് എലമെൻ്റ് ഓഫ് സി മൈനസ് ബി, ദെൻ ഇവിടെ നമുക്ക് എന്താണ് കിട്ടിയത്? എക്സ് എലമെൻ്റ് ഓഫ് സി മൈനസ് എ. നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇഫ് എക്സ് എലമെൻ്റ് ഓഫ് എ ദെൻ എക്സ് എലമെൻ്റ് ഓഫ് ബി എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ എക്സ് എയിലുണ്ട്, അതുകൊണ്ട് എന്തുണ്ട്? എക്സ് ബിയിലുണ്ടെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? എ സബ്സെറ്റ് ഓഫ് ബി എ പ്രോപ്പർ സബ്സെറ്റ് അല്ലെങ്കിൽ സബ്സെറ്റ് ഓഫ് ബി എന്ന് പറഞ്ഞൂടെ? നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടല്ലോ. സബ്സെറ്റിൻ്റെ പ്രോപ്പർട്ടി തന്നെ അതാണ്. എയിലുള്ള എല്ലാവരും
ബിയിലുണ്ടെങ്കിൽ എ സബ്സെറ്റ് ഓഫ് ബി ആണ്. ഇവിടെ സി മൈനസ് ബിയിലുള്ള എല്ലാവരും എവിടെ ഉണ്ട്? സി മൈനസ് എയിലുണ്ട്. അതാണ് എക്സ് എലമെൻറ്റ് ഓഫ് സി മൈനസ് ബി ദെൻ എക്സ് എലമെൻറ്റ് ഓഫ് സി മൈനസ് എ. സി മൈനസ് ബിയിലുള്ള എല്ലാവരും ഇവിടെ ഉണ്ട്, സി മൈനസ് എയിലുണ്ട്. സോ സി മൈനസ് ബി സബ്സെറ്റ് ഓഫ് സി മൈനസ് എ എന്ന് എഴുതാം. അതാണോ പ്രൂവ് ചെയ്യേണ്ടത്? അതാണ് പ്രൂവ് ചെയ്യേണ്ടത്. എ സബ്സെറ്റ് ഓഫ് ബി എന്ന് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ സി മൈനസ് ബി സബ്സെറ്റ് ഓഫ് സി മൈനസ് എ എന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. നമ്മുടെ ആൻസർ ഓക്കെ ആക്കി. ഇങ്ങനെയാണിത് പ്രൂവ് ചെയ്യേണ്ടത്. ഇതിൻ്റെ സ്റ്റെപ്പുകൾ ഇവർ കൊടുത്തിരിക്കുന്ന സ്റ്റെപ്പുകൾ നോക്കേ. എക്സ് എലമെൻറ്റ് ഓഫ് സി മൈനസ് ബി എന്നെടുത്തു. അപ്പോൾ എക്സ് എലമെൻറ്റ് ഓഫ് സി ആണ്, എക്സ് നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് ബി ആണ്. എക്സ് എലമെൻറ്റ് ഓഫ് സി ആണെങ്കിൽ എക്സ് നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് എ ആണ്. കാരണം എന്താണ്? എ സബ്സെറ്റ് ഓഫ് ബി എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ എക്സ് എലമെൻറ്റ് ഓഫ് സി മൈനസ് എ ആണ്. സി മൈനസ് ബി സബ്സെറ്റ് ഓഫ് സി മൈനസ് എ എന്ന് എഴുതാൻ പറ്റും. ഹെൻസ് പ്രൂവ്ഡ്. ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ നമ്മൾ തീരാറായി. ഈ ക്ലാസ് തീരാറായി. ഇതിനകത്ത് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 2 വേ ഇംപ്ലിക്കേഷൻ വന്നു കഴിഞ്ഞാൽ, അതായത് 2 വര, അങ്ങോട്ടൊരു ഇംപ്ലിക്കേഷൻ ഇങ്ങോട്ടൊരു ഇംപ്ലിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം ലെഫ്റ്റിൽ കിടക്കുന്ന ആളെ റൈറ്റിൽ കിടക്കുന്ന ആളിനോട് ഈക്വലാന്ന് പ്രൂവ് ചെയ്യണം. അല്ലെങ്കിൽ ലെഫ്റ്റ് കിടക്കുന്ന ആളിനെ ഇഫ് കണ്ടീഷൻ എടുത്തിട്ട് റൈറ്റ് കിടക്കുന്ന ആൾ ശരിയാണെന്ന് പ്രൂവ് ചെയ്യണം. പിന്നെന്ത് ചെയ്യണം? റൈറ്റിൽ കിടക്കുന്ന ആളെ ഇഫ് കണ്ടീഷൻ എടുത്തിട്ട് ലെഫ്റ്റിൽ കിടക്കുന്ന ആളാണെന്ന് പ്രൂവ് ചെയ്യണം. അങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. ഇഫ് 2 വേ ഇംപ്ലിക്കേഷൻ വരുമ്പോൾ ഇങ്ങനെ ചെയ്യണം. ഇനി 1 വേ ഇംപ്ലിക്കേഷനാണ്. ഇംപ്ലൈസ് എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ എന്തുണ്ടെങ്കിലും ഒരു സൈഡ് മാത്രം ചെയ്താൽ മതി. ഏത് സൈഡ് ചെയ്യണം? ലെഫ്റ്റ് റൈറ്റ്. ലെഫ്റ്റിൽ കിടക്കുന്ന ആളെ എടുത്ത് റൈറ്റിൽ കിടക്കുന്ന ആളാണെന്ന് പ്രൂവ് ചെയ്യണം. ലെഫ്റ്റിൽ കിടക്കുന്ന ആളുടെ അതേ കണ്ടീഷൻ എടുത്തിട്ട് റൈറ്റിൽ കിടക്കുന്ന ആളിലോട്ട് എത്തിക്കണം. ഇതാണ് ഇവിടെ നമ്മൾ ഈ പ്രോബ്ലം എല്ലാം ചെയ്തതിനകത്ത് നിങ്ങൾക്ക് കോമൺ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം ഇതാണ്. സോ ഇതൊരു മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നൊരു ക്ലാസ്സാണെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾ കമൻറ്റിൽ പറയുക. നമുക്ക് ഇതിൽ കൂടുതൽ ക്ലാസ്സുകൾ എടുക്കണം, കുറേ ചോദ്യങ്ങൾ ചെയ്യണം. ഓക്കെ ആണോ? അങ്ങനെ എന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.